ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടിയിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. റബ്ബറിനൊക്കെ ആവശ്യമുള്ളവര് വേഗം തന്നെ നമ്മുടെ നഴ്സറിയുമായി കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാഫും നമ്മളെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. എല്ലാവർക്കും പൂക്കുളത്തേൽ അഗ്രി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സുള്ളിയ നഴ്സറി കാണിച്ചു, പിന്നെ നമ്മുടെ ചെറുപുഴയിലെ നഴ്സറിയും നമ്മുടെ ചാനലിൽ കാണിച്ചു. അപ്പൊ ഇനി കാണിക്കാനുള്ള നമ്മുടെ ഹെഡ് ഓഫീസായ വൈപ്പിര്യം നഴ്സറിയാണ്. വൈപ്പിര്യം നഴ്സറിയിലെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ആദ്യത്തെ വീഡിയോ. പക്ഷെ നമ്മുടെ നഴ്സറി ഫുള്ള് ചുറ്റി കാണിച്ച് നമ്മളൊരു വീഡിയോ ഇതിലോട്ട് എടുത്തിട്ടില്ല. അപ്പൊ ആ വീഡിയോ ആണ് ഇത്. നമ്മുടെ നഴ്സറിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ നഴ്സറിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നഴ്സറി വരുന്നത് വൈപ്പിര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അതായത് പയ്യന്നൂരിന് അടുത്താണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഒരു 8 കിലോമീറ്റർ മാറി ഇങ്ങോട്ടേക്കാണ് പയ്യന്നൂർക്ക് പോകേണ്ടത്, ആ സൈഡിലേക്ക്. ഇവിടുന്ന് നേരെ പോയി ഒരു 20 കിലോമീറ്റർ മാറിയാണ് ചെറുപുഴ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നേരെ പോയ ചെറുപുഴ, ഇങ്ങോട്ടേക്ക് പയ്യന്നൂര്, കണ്ണൂര്, അങ്ങനെ. നഴ്സറിയിലെ ഷട്ടർ ഇതുവരെയായിട്ട് തുറന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഉള്ളിലെ, അതായത് ഓഫീസിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഷട്ടർ തുറന്നിട്ട് കാണാം. കാരണം സ്റ്റാഫ് വന്നിട്ട് ഷട്ടർ ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ അവര് വരുന്നതിന് മുന്നേ എടുക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പൊ നമുക്ക് ബാക്കി നഴ്സറി ചുറ്റി കാണാം നമുക്ക്. അപ്പോഴേക്കും സ്റ്റാഫ് വന്ന് നഴ്സറി, അതായത് നമ്മുടെ ഓഫീസ് തുറക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിലെ കാഴ്ചകൾ കാണാം. തൽക്കാലം നമുക്കിപ്പം നമ്മുടെ നഴ്സറിയിലെ ബാക്കി സംഭവങ്ങളൊക്കെ ചുറ്റി കാണിക്കാം ഞാനിപ്പം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ഓഫീസിന്റെ തൊട്ട് സൈഡ് ഭാഗമാണ് ഇത് ഈ വരുന്നത്. ഇവിടെ കുറച്ച് റോസ്, പിന്നെ കുറച്ച് കശുമാവ്. റോസ് നമുക്ക് ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് വന്നതാണ്. ഇപ്പം കുറച്ച് ഒരാഴ്ച ആയിട്ടില്ല റോസ് എല്ലാം, പുതിയ റോസ് വന്നിട്ട്. കാരണം ഇപ്പം ഈ മഴക്കാലത്ത് ചെടികളെല്ലാം കൊണ്ടുപോകുന്നത് കുറച്ച് കുറവാ. ഇപ്പം വൃക്ഷത്തൈകൾ കൂടുതൽ വെക്കുന്ന സമയമായതുകൊണ്ട് ചെടികളൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്നത് കുറവായതുകൊണ്ടും ചെടികൾ ഈ സമയത്ത് കൊണ്ടുവരുന്നത് കുറവാണ്. അപ്പം നമുക്കിപ്പോ നിലവിൽ ചെടി കുറച്ചുള്ളത് റോസ്, പിന്നെ കുറച്ച് അപ്പുറം ആ സൈഡില് ബിങ്ക, ഡാലിയ, അങ്ങനെ കുറച്ച് ചെടികളും കൂടി ഉണ്ട്. ഇതൊക്കെ ഉള്ളൂ ഇപ്പം തൽക്കാലം ചെടികൾ. പിന്നെ ആ ഭാഗത്ത് കശുമാവ്, പിന്നെ ഇവിടെ പന്നിയൂര്, കരിമുണ്ട, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ കാപ്പിത്തൈ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഭാഗം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം ആ കാണുന്നത്. പിന്നെ ഇത് ഈ ചട്ടിയിലുള്ളത്, ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇവിടെ കുറ്റിക്കുരുമുളകുണ്ട്, വേറെ കുറച്ച് ചെടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഈ ഭാഗത്തും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറച്ച് മെലസ്റ്റോമ, ചെത്തി, പിന്നെ കുറച്ച് മാവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കി ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം ശരിക്കും ഇവിടെയും ആ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ ശരിക്കും ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം കൂടുതൽ വെക്കുന്നത്. ഇവിടെ കുറച്ച് മാവിന്റെ ഐറ്റംസ് ഉണ്ട്. മാവിന്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ സപ്പോർട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്. മിൽക്ക് ഫ്രൂട്ടിലും കുറച്ച് പൂത്തിട്ടുണ്ട് മിൽക്ക് ഫ്രൂട്ട്. അപ്പൊ നമ്മള് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. മിൽക്ക് ഫ്രൂട്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഞാവലാണ് കേട്ടോ. ഇത് ഈ കൊല്ലം മഴ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച മുന്നേ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് മൊത്തം കാറ്റെല്ലാം വീശി ഫുൾ നിലത്ത് വീണ് പോയിരിക്കുമായിരുന്നു ഈ പ്രാവശ്യത്തെ ഞാവലല്ല. നമുക്ക് പറിച്ച് തിന്നാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ പറിച്ചു തിന്നു, നമ്മളും സ്റ്റാഫും.
വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം കുറെയൊക്കെ പറിച്ച് അവരും തിന്ന് തീർത്തു. അങ്ങനെ ഇതൊരു വലിയ മരം കേട്ടോ. ഇത് നമുക്ക് നമ്മളെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മള് സ്റ്റാഫ് നമ്മളെല്ലാരും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടിയിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ അടിയിൽ വന്നിരുന്നാലേ നമുക്ക് തണുപ്പ് കിട്ടുള്ളൂ. ബാക്കി എവിടെ ഇരുന്നാലും നമുക്ക് നല്ല ചൂടാണ്. ഈ പാലക്കാടൊക്കെ ഉള്ള പോലെ തന്നെയാണ് കണ്ണൂർ, നല്ല ചൂടാണ് ഈ വേനൽക്കാലത്ത്. അപ്പൊ നമ്മള് തണുപ്പ് തേടി പോകുന്നത് അതിന്റെ അടിയിലേക്കാണ്. പിന്നെ ഈ ഭാഗത്ത് കവുങ്ങ്, പിന്നെ തെങ്ങും തൈ, റബ്ബർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ ഞാൻ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കവുങ്ങാണ്. കവുങ്ങിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട്. മോഹിത് നഗർ, ഇന്ദ്രമംഗള, ചവർദാൻ, കാസർഗോഡൻ, മോഹിത് നഗർ, അങ്ങനെയുള്ള എല്ലാ ഇനങ്ങളും ഉണ്ട്. പിന്നെ അതാ കാണുന്നത് കഴിഞ്ഞ കൊല്ലത്തെ തെങ്ങിൻ തൈയാണ്. ഇവിടെ നല്ല ആ ഭാഗത്തെല്ലാം കവുങ്ങ് തന്നെയാണ്. പിന്നെ ഇത് റബ്ബറിനൊക്കെ ആവശ്യമുള്ളവര് വേഗം തന്നെ നമ്മുടെ നഴ്സറിയുമായി കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇക്കൊല്ലം റബ്ബറിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. കാരണം കൊടുക്കാനില്ല സാധനം. അപ്പം ഇതിലൊക്കെ ഒരു 70% എല്ലാം ഫുൾ ബുക്കിംഗ് ആയിരിക്കുന്ന തൈകളാണ്. അപ്പം ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ നഴ്സറിയായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ നഴ്സറിയുടെ ഒക്കെ. അപ്പൊ ഈ ഭാഗത്തൊക്കെ റബ്ബർ. പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലത്തെ കവുങ്ങിൻ തൈയാണ്. ഇതിലും മറ്റേ കുറെ ഇനങ്ങളൊക്കെ ഇതിലും ഉണ്ട്. അതായത് കാസർഗോഡൻ, ഇത് മോഹിത് നഗർ. നമ്മളെല്ലാം കവുങ്ങൾ വേഗം തിരിച്ചറിയാൻ വേണ്ടി കവറിൽ നമ്മൾ വൈറ്റ്നർ വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കും. ഇത് കവറിൽ എഴുതി വെച്ചിട്ടുണ്ട് മോഹിത് നഗർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എഴുതി വെക്കും. പിന്നെ ഇത് ഇക്കൊല്ലത്തെ തെങ്ങിൻ തൈ. ഇത് മൊത്തം നമ്മുടെ കുറ്റ്യാടി തെങ്ങാണ്. കുറച്ച് തെങ്ങിൻ തൈ ആ ഭാഗത്തുണ്ട്. അത് ഞാനിപ്പം കാണിച്ചു തരാം. നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാഫും നമ്മളെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ബാക്കി തെങ്ങിൻ തൈ കുറച്ച് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഗംഗാബോണ്ടം, ടീൻറ്റുടി, ഈ 2 ഇനങ്ങളാണുള്ളത്. പിന്നെ ഉള്ള 2 ഇനങ്ങൾ ഇവിടെയാണുള്ളത്. ഇവിടെ 18 പട്ടവും ചെമ്പങ്ങുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ നമ്മുടെ പച്ചക്കറി തൈ നമ്മൾ നട്ട് കിളിപ്പിക്കുന്നത് എവിടെയാണെന്ന് കാണിക്കാം. നമ്മൾ പച്ചക്കറി തൈ ആക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഫുള്ളും ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറി കുറച്ച് പോകുന്നതെല്ലാം കുറവാണ്. കുറച്ച് ഈ പച്ചമുളകും, തക്കാളിയും, വഴുതനയും, അങ്ങനെയുള്ള ഈ 3-4 ഐറ്റംസ് മാത്രമേ ഈ സമയത്ത് പോകുന്നത്. കൂടുതൽ പോകുന്നത് ഈ സാധനങ്ങളൊക്കെയാണ്. നമുക്കിനി ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന സ്ഥലം കൂടി നമുക്ക് കാണാം. ഇനി അത് 2 കൂടി ഉള്ളൂ കാണാൻ വേണ്ടി. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ ഒരു സ്ഥലം. ഈ അവിടം മുതൽ ഇവിടം വരെ ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ആണ്. ഇവിടെ കൂടുതലുള്ളത് പ്ലാവ്. ആ സെക്ഷൻ മുഴുവൻ പ്ലാവിന്റെ സെക്ഷനാണ്. ഇവിടെ മൊത്തം റംബുട്ടാൻ. ഇത് ഫുള്ള് റംബുട്ടാനാണ്. പിന്നെ അതിന്റെ അപ്പുറം മാവ്, പിന്നെ അതിന്റെ അപ്പുറം വഡ്വുഡ് കാര്യങ്ങള്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അതിന്റെ അപ്പുറത്തേക്കുള്ളത്. നമ്മൾ റബ്ബർത്തെ ബഡ് ചെയ്യാനുള്ള വഡ്വുഡ് സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ചകിരിയുണ്ട്. നമ്മൾ ഇപ്പം ഇറക്കി ലോഡാക്കിയ ചകിരിയാണ്. ഇതൊക്കെ ജാതിയാണ്. ജാതി, പിന്നെ കുറച്ച് റോസ് ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് മുരിങ്ങ, കടപ്ലാവ്, പിന്നെ അവിടെ സീഡ്ലെസ് ലെമൺ ഉണ്ട്. പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ട, പിന്നെ പുലാസാനുണ്ട്, പുലാസാൻ, റെഡ് പൊമേലോ, പിന്നെ ബേറാപ്പിള്, പിന്നെ അപ്പുറം ഞാവലുണ്ട്. അങ്ങനെ മിൽക്ക് ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത്ര ഞാൻ ഈ പറഞ്ഞത് മാത്രമൊന്നല്ല, വേറെ ഉണ്ട് സാധനങ്ങള്. പിന്നെ ഇതാ ഗുവ, റെഡ് ഡയമണ്ട് ഗുവ.
ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ഓഫീസിന്റെ ഉള്ളു കാണാം. ഗൈസ് ഇതാണ് നമ്മുടെ നേഴ്സറിയുടെ ഉള്ളു. ഈ ഭാഗത്ത് കുറച്ച് കൊക്കോപ്പീറ്റ് പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്. ഇത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ തേങ്ങ ആട്ടി നമ്മൾ തന്നെ ആക്കിയ വെളിച്ചെണ്ണയാണ്. പിന്നെ ഇവിടെ പച്ചക്കറി വിത്തുണ്ട്, എല്ലാത്തരം പച്ചക്കറി വിത്തും ഉണ്ട്. വെള്ളരി, മത്തൻ, കുമ്പളം, പച്ചവെണ്ട, കുറ്റിപ്പയർ, വെണ്ടുമണി, എല്ലാ അമര, എല്ലാ തരത്തിലുള്ള പച്ചക്കറി വിത്തും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് വളം കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ഈ ഇല പുഴുവരിക്കുന്നതിനും അതിനൊക്കെ പറ്റിയ വളവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് മൊത്തം ചട്ടി ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും. പിന്നെ ഇവിടെ സ്പ്രേ ഉണ്ട്, പിന്നെ ഗ്രോ ബാഗ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെയാണ് സ്റ്റാഫ് രാവിലെ വെള്ളം തിളപ്പിക്കുന്നതും ചായ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ നമുക്ക് വളത്തിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ വളം വെക്കുന്ന സ്ഥലം. എല്ലാ തരത്തിലുള്ള ജൈവവളം നമ്മുടെ നേഴ്സറിയിലുണ്ട്. നമ്മുടെ അടുത്ത് രാസവളം ഒന്നുമില്ല, എല്ലാം ജൈവവളം മാത്രമാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഹെഡ് ഓഫീസായ വൈപ്പിരി നേഴ്സറി ചുറ്റി കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റി കാണിക്കാനുള്ളത് ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം അടുത്ത വീഡിയോയുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.